നമസ്കാരം. അങ്ങനെ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. നിവിൻ പോളി ചിത്രമാണ്. നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ട് പഴയ പോലെ തന്നെ ഏകദേശമൊക്കെ ആ ഒരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ അഖിൽ സത്യൻ്റെ സിനിമയാണെന്ന് നമുക്ക് തോന്നിക്കത്തില്ല. ഒരു സത്യൻ അന്തിക്കാട് സിനിമ കാണുന്ന ഒരു ഫീല് തന്നെ അഖിൽ സത്യൻ ശരിക്കും തന്നിട്ടുണ്ട്. കാരണം പഴയ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ, അതുപോലെ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് അഖിൽ സത്യനും എന്നാണ് എനിക്ക് തോന്നിയത്. നിവിൻ പോളിയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ഗംഭീരമാണ്. അതുപോലെ തന്നെ അജു വർഗീസ്, ജനാർദ്ദനൻ, പിന്നെ 2 ഹീറോയിൻസ് വരുന്നുണ്ട്. 2 നായികമാർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് സിനിമ കൊടുക്കുന്നുണ്ട്. അല്ല വെറുതെ വന്നു പോകുന്ന നായികമാരല്ല, ആ നായികമാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കഥ പലപ്പോഴും സഞ്ചരിക്കുന്നത്. ക്യാരക്ടേഴ്സ് കുറവാണെങ്കിൽ പോലും ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ കഥ പറഞ്ഞു പോകുന്ന സിനിമ, എന്നാൽ ആ കഥ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു സത്യൻ അന്തിക്കാട് സിനിമ കണ്ട ഫീൽ തന്നെ എനിക്ക് കിട്ടി. പാട്ടുകളും ഇൻട്രോ സോങ് ഗംഭീരമായിരുന്നു. ബാക്കി പാട്ടുകളെല്ലാം ഒരുവിധം നല്ലപോലെ തന്നെ മികച്ചു നിൽക്കുന്ന പാട്ടുകളാണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടാണ്. സിനിമാറ്റോഗ്രാഫി പല ഗ്രാമീണ ഭംഗിയും കാര്യങ്ങളൊക്കെ, ഗ്രാമവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി നല്ല പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസുകൾ, സ്ക്രിപ്റ്റ് സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും സിനിമ ഒരിക്കലും ഒരിടത്ത് പോലും നമുക്ക് ബോറടിപ്പിക്കുന്നില്ല സിനിമ. ആ രീതിയിൽ സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം എന്തൊക്കെയോ നമുക്ക് ചിന്തിച്ചെടുക്കാൻ തക്കവണ്ണം ഇട്ട് തന്നിട്ടാണ് സിനിമ അവസാനിക്കുന്നതും. കാരണം എന്തൊക്കെയോ എവിടെയോ പറയാൻ ബാക്കി വെച്ചതുപോലെയാണ് സിനിമ തീരുന്നതും. അതും എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ആ ഒരു എൻഡിങ്ങും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. കോമഡി ജോണറിൽ പെടുന്ന ആ ഒരു സിനിമ അത് ശരിക്കും വർക്കൗട്ടാണ്. ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. പലയിടങ്ങളിലും ചിരി വർക്കൗട്ട് ആവുന്നുണ്ട്. പേടിപ്പിക്കുന്ന എലമെന്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണ്. എല്ലാം കൊണ്ടും നല്ല സിമ്പിളായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവി, തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ കൂടിയാണ്. JB സിനിമാസിന്റെ 3ാമത്തെ സ്ക്രീൻ ഉദ്ഘാടനമായിരുന്നു. അവിടെയായിരുന്നു സിനിമ കണ്ടത്. ഡോൾബി അറ്റ്മോസ് ആയിരുന്നു. അപ്പം കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുകളിൽ ഒന്നാണ് ഇനി മുതൽ 3ാമത്തെ സ്ക്രീന്. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ ശ്രമിക്കുക. നിവിൻ പോളി കുറേ അധികം തവണ തിരിച്ചു വന്നിട്ടുള്ള സ്റ്റാറാണ്. നിവിൻ പോളിയുടെ മറ്റൊരു തിരിച്ചുവരവായിട്ട്